നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ഒരു ഉണക്കമീൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഉണക്കമീൻ എന്ന് വെച്ചാൽ നമ്മൾ ഉണക്ക അയിലയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഉപ്പിലിട്ടതെന്ന് വെച്ചാൽ നമ്മളിത് അച്ചാറുണ്ടാക്കാനൊക്കെ നമ്മൾ അച്ചാറിന് മാങ്ങ അരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് വയ്ക്കുന്നതാണ് ഈ മാങ്ങ. അപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ വർഷക്കാലത്ത് നമുക്ക് എന്തെങ്കിലും കറി വയ്ക്കാനൊക്കെ നമുക്ക് എടുക്കാം, നല്ലതാണ്. വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം. നമ്മൾ ഉപ്പിട്ട് വയ്ക്കുമ്പോൾ വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. കല്ലുപ്പിട്ട് വെച്ചാൽ മതി, അവിടെ ഇരിക്കും, ഭദ്രമായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഈ കറി വയ്ക്കാനായിട്ട് പോവാം നമുക്ക് വീഡിയോയിലേക്ക്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, സവോള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മൾ നിറച്ചാണ് എടുത്തത് സ്പൂണിൽ, അത് കാരണം ഞാൻ 1.5 സ്പൂണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്തോരം എരിവ് വേണമെന്ന് വെച്ചാൽ അതിന് അങ്ങനത്തെ ഉള്ള എരിവ് ഇട്ടാൽ മതി, കൂടുതലൊന്നും ഇടണ്ട. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ മാങ്ങയ്ക്ക് ഉപ്പുണ്ട്, നമ്മുടെ ഉണക്ക അയിലേക്ക് ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. 2 ഉപ്പുള്ളതാണ്. നമ്മൾ അയില നന്നായിട്ട് വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉപ്പ് എപ്പോഴും മീൻ നമ്മൾ വെള്ളത്തിലിട്ട് ഉപ്പ് കളയുക. മാങ്ങ നമ്മൾ വെള്ളത്തിലിടാൻ പറ്റില്ല, ഉപ്പ് കളയാനും പറ്റില്ല. അത് കാരണം മീനിൻ്റെ ഉപ്പ് നന്നായിട്ട് കളഞ്ഞെടുക്കുക. നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഉണക്കയില ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള തേങ്ങ എടുത്ത് അരച്ചെടുക്കാം. നമ്മൾ നാളികേരം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കറി നോക്കാം. നമുക്ക് നമ്മൾ കറി വെന്തിട്ടുണ്ട്. നോക്കിനി തേങ്ങ അരച്ച് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം. നല്ല മണം വരുന്നുണ്ട് അയിലക്കറിയുടെ. നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ മീൻ്റെതും മാങ്ങയുടെ ഉപ്പാണ് നമ്മളിതിലുള്ളത്. അയില നമ്മൾ വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞിട്ടുള്ള അയിലയാണ്. എന്നാലും അതിലൊരു ഉപ്പുണ്ടാവും കുറച്ച്. നോക്കാം ഉപ്പുണ്ടോന്ന്. ഉപ്പിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് ചോറ് കഴിക്കാൻ ഏറ്റവും നല്ലത് ഈ കറി. അടിപൊളി കറിയാണ്. അറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് ഈ കറിക്ക്. കാണുമ്പം തന്നെ അറിഞ്ഞൂടെ നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ്. നല്ല മണം വരുന്നുണ്ട്. ഉപ്പയില, ഉണക്കയില നമ്മൾ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിലൂടെ മാങ്ങയും കൂടെ ചേർത്തപ്പം അതിലും ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.